അത് അവിടെ എന്ത് ഡീല് ആര് തമ്മിലുണ്ടാക്കിയാലും ജനങ്ങൾ UDF-ഉമായിട്ടാണ് പാലക്കാട് ഡീല്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞതാണ്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി അവിടെ ജയിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. അതിനകത്ത് പിഷാരടി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊരു സിനിമാക്കാരൻ കലാകാരൻ എന്നുള്ള രീതിയിൽ ജയിച്ചു വന്നു എന്ന് കേൾക്കുന്നതിനേക്കാളും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് UDF പ്രവർത്തകനായ കോൺഗ്രസ്സിന് ഒരു ഭരണ സംവിധാനങ്ങളുടെ പിന്തുണ ഇല്ലാതിരുന്ന കാലത്ത് ജീവിക്കുന്ന മുനിസിപ്പാലിറ്റിയിലോ സംസ്ഥാനത്തോ രാജ്യത്തോ ഒന്നും ഭരണമില്ലാത്ത കാലത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം വർഗീയതക്കും വിദ്വേഷത്തിനും ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കുമെതിരെ രാജ്യം ഒരുമിക്കാൻ നടത്തിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം വന്ന ഒരാളാണ് പിഷാരടി. ആ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ വിജയിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹമോടെ പ്രകടിപ്പിച്ചത്. എന്ന് മാത്രമല്ല അവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നുള്ളതും എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും അത്തരം ഡീലുകളൊന്നും അതാത് പാർട്ടികളുടെ പ്രവർത്തകർ പോലും ഏറ്റെടുക്കില്ല. ജനങ്ങളുമായിട്ടുള്ള ഡീല് UDF ഉറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ജയിക്കും. ആരുടെ അല്ല, ഞാൻ ഒരു സ്ഥാനാർത്ഥിയെയും ആ തരത്തിലുള്ള വർത്തമാനത്തിനൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ അവിടെ പാലക്കാട്ടെ ചിത്രം വളരെ ക്ലിയറാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് പാലക്കാട് ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ പ്രവർത്തകർക്ക് പോലും സംശയം വരുന്ന തരത്തിലാണ് ചില തീരുമാനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഞാൻ ആരെയും സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിക്കാൻ ഞാനില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനെ ആവർത്തിക്കുന്നു. അവിടെ UDF ജയിക്കും. UDF-ന് അവിടെ ജയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം. ആ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിനോട് സംശയം വേണം. ഞങ്ങളുടെ വർക്കേഴ്സ് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. 140 സ്ഥാനാർത്ഥികളായി, കാൻഡിഡേറ്റ്സ് ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണ്. ഈ PR എക്സസൈസും ഗവൺമെൻറ്റിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നതോടുകൂടി ജനങ്ങളുടെ പണം കൊണ്ട് ദൂർത്തടിച്ചിരുന്ന PR എക്സസൈസ് നിർത്തേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ വീണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ചയാവുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളോട് ചോദിക്കുന്നു, 5 പേർ മെഡിക്കൽ കോളേജിലെ ഫയർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സെക്കൻഡ് അത് ചെയ്യരുതേ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു സെക്കൻഡ് അവരവരുടെ ജോലി ചെയ്യട്ടെ. നിങ്ങൾ അതിനനുവദിക്കുക. അവർ നമ്മുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനനുവദിക്കുക. ഞാൻ പറഞ്ഞു വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 5 പേരുടെ ജീവൻ പൊലിഞ്ഞു തീപിടുത്തത്തിലല്ലേ. 5 പേരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാവാത്തത്? കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ പൊലിഞ്ഞപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന് ശേഷം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ 5 പേരുടെ ജീവൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഭരണരംഗത്തുള്ളവരുടെ അനാസ്ഥകൾ മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്. റോട്ടിൽ ഗുണ്ടകൾ പരസ്യമായി ഏറ്റുമുട്ടി ആളുകളെ കൊല്ലുക പട്ടാപ്പകൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാവാണ്. UDF-ന്റെ കാൻഡിഡേറ്റ്സും പ്രവർത്തകരും ഫീൽഡ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ജനകീയ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അതിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിനെ കോർണർ ചെയ്യാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. അത് പേരാമ്പ്രയിലൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരിക്കും.